വാർത്തയിലേക്ക്. നടി ആക്രമിച്ച കേസിൽ കോടതി വിധിയിൽ അതിജീവിതയുടെ പ്രതികരണം, ആദ്യ പ്രതികരണം പുറത്തു വന്നു. വിധി നിരാശപ്പെടുത്തിയെന്നാണ് അതിജീവിത പറയുന്നത്. വിചാരണ കോടതിയിൽ നേരത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു. കേസിൽ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ല. ജഡ്ജിയെ മാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടന്നില്ലെന്നും സമൂഹമാധ്യമ പോസ്റ്റിൽ പറയുന്നു. വി വിനോദും ആജ്ഞാ രവീന്ദ്രനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഈ വിധി വന്നതിന് ശേഷം അവരുടെ അടുപ്പക്കാരോടൊക്കെ, പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മിയൊക്കെ പറഞ്ഞിരുന്നു വലിയ നിരാശയിലാണ് നടി എന്ന്. ഇപ്പോൾ അത് പ്രതികരണമായി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തു വരികയാണ്. രഞ്ജിത്ത്, ഇപ്പോൾ ആദ്യമായാണ് അതിജീവിതയുടെ ഒരു പ്രതികരണം ഈ വിധിക്ക് ശേഷം വരുന്നത്. ഇതിൽ ആദ്യ 6 പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചു. അക്കാര്യത്തിലെ സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ കോടതിയിലുള്ള അവിശ്വാസമാണ് പ്രധാനമായും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് പങ്കുവച്ചിട്ടുള്ളത്. അതിലേറ്റവും പറയുന്നത്, അത് നമുക്കറിയാം എത്രമാത്രം ഒരുപക്ഷെ മാനസികമായ വേദന ഉണ്ടായിരിക്കുമെങ്കിലായിരിക്കും ഇത്തരത്തിലൊരു വാക്കുകൾ എഴുതുക എന്നത്. നിയമത്തിൻ്റെ മുമ്പിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന കാര്യമാണ് പ്രധാനമായും ഈ കത്തിൽ പറയുന്നത്. ഈ യാത്രയിലും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി ചില വസ്തുതകൾ ചേർക്കുന്നത്. അതിൽ ഈ കോടതിയിലുള്ള അവിശ്വാസം തന്നെയാണ്, ജഡ്ജിയുടെ മേലുള്ള അവിശ്വാസം തന്നെയാണ് ഇതിൽ പ്രധാനമായും വരുന്നത്. ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ആദ്യമെത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അതായത് കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് പ്രോസിക്യൂട്ടർമാർ തന്നോട് വ്യക്തമാക്കിയെന്ന കാര്യം പറയുന്നു. അവർ ഇരുവരും തന്നോട് വ്യക്തിപരമായി പറഞ്ഞതാണ്, ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതമുണ്ടെന്ന തോന്നൽ ഉറപ്പായതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം 2 പ്രോസിക്യൂട്ടർമാരും, ആദ്യം ഈ കേസിൽ വന്ന 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാരും തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്ന് അതിജീവിത പറയുന്നു. അതോടൊപ്പം തന്നെ മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് അത് നൽകപ്പെട്ടതെന്ന് അതിജീവിത ഈ കത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നുവെന്നാണ്. അതായത് താൻ നീതി കിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഈ ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ജഡ്ജിയെ തന്നെ നിലനിർത്തണമെന്ന ആവശ്യവുമായി പ്രതിഭാഗം കൂടി അതിൽ കക്ഷി ചേർന്നുവെന്ന കാര്യം ഇതിൽ അതിജീവിത പറയുന്നു. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതിക്കും ഇത്തരത്തിൽ കത്തുകൾ അയക്കേണ്ടി വന്നു എന്ന കാര്യം കൂടി അതിജീവിത ഈ കത്തിൽ പറയുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അതിജീവിതയുടെ പ്രതികരണം ഈ വിഷയത്തിൽ നിർണായകമാണ്. കാരണം തനിക്ക് നീതി കിട്ടിയില്ല എന്ന് വിചാരണ കോടതിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് അതിജീവിത ഇപ്പോൾ തുറന്നു പറയുന്ന ഒരു പശ്ചാത്തലം, അത് നിയമവഴിയിൽ ഗൗരവതരമായ ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആജ്ഞാ രവീന്ദ്രൻ കൂടി ചേരുകയാണ്. ആജ്ഞാ, ഞാൻ വിനോദിനോട് പറഞ്ഞതുപോലെ ഇവരുടെ അടുപ്പക്കാരോടൊക്കെ അതിജീവിത ഇത്തരം കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടുകയും പറയുകയും മറ്റും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വിചാരണ കോടതിയിൽ വിശ്വാസമില്ല. ഇതിന് മുൻപ് തന്നെ വിചാരണ വേളയിൽ പലതവണ ജഡ്ജിയെ മാറ്റണമെന്നും മറ്റും ആവശ്യപ്പെട്ടതുമാണ്. ഇപ്പോൾ അത് പരസ്യ പ്രതികരണവുമായി മുന്നോട്ട് വരുമ്പോൾ ഇത് പക്ഷേ ജുഡീഷ്യറിക്കെതിരെ, ഒരു വിധിക്കെതിരെ ആദ്യമായി ആയിരിക്കും ഒരു പരാതിക്കാരിയുടെ പരസ്യമായ പ്രതികരണം. രഞ്ജിത്ത്, പ്രധാനമായും രാജ്യത്തെ പൗരന്മാരെല്ലാം തുല്യരല്ല എന്നുള്ള ഒരു പാഠമാണ് താൻ ഇതിൽ നിന്ന് പഠിച്ചത് എന്നാണ് പ്രധാനമായും നടി ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്, നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. ഇത് തന്നെ ആയിരുന്നു കഴിഞ്ഞ ഈ 12-ാം തീയതി മുതൽ 8-ാം തീയതി മുതൽ സോഷ്യൽ മീഡിയ ആയാലും പൊതുസമൂഹമായാലും ഒക്കെ നിരന്തരം ചർച്ച ചെയ്തു വന്നത് ഇത് തന്നെയായിരുന്നു. ആ സമയത്ത്, അതായത് നമ്മൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ജഡ്ജിനെതിരെ, ഒരു കോടതി വിധിക്കെതിരെ പരസ്യമായി പ്രതിഷേധിച്ച് ജനങ്ങൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ ഈ വിധിയുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. എന്നിരുന്നാലും 6 പേർ ശിക്ഷ
സന്ദർശിക്കപ്പെട്ടു, അതിൽ ഞാൻ കൃതാർത്ഥയാണ്, നേരിയ വെളിച്ചം കാണുന്നു എന്ന് പറയുമ്പോഴും അത് പരിഹാസമായിരുന്നു നടി മുന്നോട്ട് വെച്ചത് എന്നുള്ള കാര്യമാണ് പിന്നീട് വിശദമായുള്ള കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഈ യാത്ര എത്രയും കൂടെ നിന്ന ആളുകൾക്കും നന്ദി പറയുന്നുണ്ട് അവർ. അതേസമയം ഈ കേസിൽ ഈ പ്രധാനമായും ഏതൊക്കെ സാഹചര്യത്തിലാണ് തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായി നോക്കാം. ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നടി പറയുന്നത്. അതായത് പ്രധാനമായിട്ട് നമുക്കറിയാം, പ്രധാനമായും ഇതിൽ പ്രധാനപ്പെട്ട തെളിവായിരുന്ന മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട നടി ഒരു ഉപഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. അത് പ്രധാനമായും മെമ്മറി കാർഡ് 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അത്തരത്തിലൊരു പരിശോധനയിൽ അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് കണ്ടെത്തിയിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, അതുപോലെ തന്നെ ശിരസദാർ താജുദ്ദീൻ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉദ്യോഗസ്ഥൻ മഹേഷ് മോഹൻ, ഈ 3 പേരായിരുന്നു 3 തവണയായിട്ട് മെമ്മറി കാർഡ് ഉപയോഗിച്ച് നോക്കിയത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിയത്. അതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതാ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയും വർഗീസ് തന്റെ കൂടെയുള്ള ആളുകളെ അല്ലെ സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനെതിരെയായിരുന്നു അന്ന് ഉപഹർജിയുമായി നടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. പക്ഷേ അതിലൊരു സാങ്കേതിക കാരണമായിരുന്നു അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ നിലവിൽ നിൽക്കുന്ന ഒരു കേസിന്റെ ഉപഹർജിയായിട്ടല്ല, അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട ഹർജിയായിട്ട് നടിക്ക് വീണ്ടും സമീപിക്കാം എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു ഹൈക്കോടതി അന്ന് മുന്നോട്ട് വെച്ചത്. അതേസമയം ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കോടതിയുടെ അന്തരീക്ഷം മെച്ചപ്പെട്ടില്ല, മോശം അന്തരീക്ഷമാണ്. അതിലെ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ഈ കോടതിയുടെ അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ആദ്യത്തെ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാരും നമുക്കറിയാം ജഡ്ജിനോട് തന്നെ വഴക്കിട്ട് പിന്മാറുന്ന സാഹചര്യമായിരുന്നു. മൂന്നാമതായി എത്തിയ അഡ്വക്കേറ്റ് അജകുമാർ ആയിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. ഈ 2 പ്രോസിക്യൂട്ടർമാരും നടിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കോടതിയിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയായിരുന്നു. ഇത് 2020 മുതൽ പ്രത്യേകിച്ചും നടിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളും ഇത്തരത്തിൽ തനിക്ക് നീതി കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യങ്ങളും വ്യക്തമായി തുടങ്ങുന്നത്. പ്രത്യേകിച്ചും ബാക്കിയുള്ള കാര്യത്തിലൊക്കെയും ഈ കർശന നിലപാട് സ്വീകരിക്കുന്ന കോടതി ഒരു പ്രതിയുടെ കാര്യം മാത്രം വരുമ്പോൾ ഈ അങ്ങേയറ്റം അനുതാപത്തോടെയും ഇതൊന്നും, അതായത് കുറ്റകൃത്യമേ നടന്നിട്ടില്ല എന്നുള്ള മട്ടിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്തു നിന്നും കണ്ടതോടെ കൂടിയാണ് താൻ ഹൈക്കോടതിയിലേക്ക് ജഡ്ജിനെ മാറ്റണമെന്ന ആവശ്യവുമായി മുന്നോട്ടെത്തിയത്. പക്ഷേ ജഡ്ജിനെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പ്രതിഭാഗം ഈ ജഡ്ജ് തന്നെ വേണം എന്നുള്ള ആവശ്യവുമായി അതിൽ കക്ഷി ചേരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് തനിക്ക് 2020 മുതൽ ഈ കേസിന്റെ പോക്ക് കാണുമ്പോൾ തന്നെ തനിക്ക് നീതി ലഭിക്കില്ല എന്നുള്ള കാര്യം നടി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുന്ന കാര്യം മാത്രമല്ല, മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവർക്ക് നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടുന്നത്. അത് മാത്രമല്ല, വിമർശനം വിചാരണ കോടതിക്കെതിരെ നടത്തുന്നു അതിജീവിത നടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരാദ്യ പ്രതികരണവുമായി ഇതിനുശേഷം അവരുടെ പ്രതികരണത്തിനായി പലരും സമീപിച്ചിരുന്നു, പക്ഷെ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ വിധി കേട്ട ഷോക്കിലായിരുന്നു നടി എന്നാണ് നടിയോട് സംസാരിച്ച നടിക്കൊപ്പം ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഭാഗ്യലക്ഷ്മി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി അടക്കം നമ്മളോട് പറഞ്ഞിരുന്നത്. അവർ വളരെ കൃത്യമായി ആ കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. അമ്മയിലെ സംഘടനയിലെ ആരെങ്കിലും അവരെ വിളിച്ച് ആശ്വസിപ്പിച്ചില്ല. പൂർണ്ണമായും ഒറ്റപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. പ്രതിയായ നടന് അനുകൂലമായ പല നിലപാടുകളും സമൂഹത്തിൻ്റെ പല കോണുകളിലും ഉയരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. വിനോദ, ഈ തരത്തിലുള്ള കാര്യങ്ങൾ അത് കോടതിക്കെതിരെ എന്ന് പറയുമ്പോൾ ഒരു അപ്പീലിലേക്ക് കേസ് പോകാൻ ഉള്ളൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, അപ്പീലുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന ഗൂഢാലോചന എന്ന വാദം അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരങ്ങൾ കൂടുതലായി തെളിവുകൾ തേടാൻ കോടതി തുനിഞ്ഞേക്കാം. ഈ കേസിന് പിന്നിലുള്ള മാഡം മായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വിചാരണ കോടതി ഭാഗത്തുണ്ടായിട്ടുണ്ട്.